നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7 ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറക്കാനാകാത്ത ദിനമാണ്. അവരുടെ നെഞ്ചിൽ വീണ തീയാണ്, മുറിവാണ് ഈ ഒക്ടോബർ 7 എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഈ ഒരു ദിവസം അവർ മറക്കില്ല. ജൂതന്റെ രക്തം വീണ ദിനമാണ്. അതുകൊണ്ടാണ് അതിന് മറുപടി പറയിക്കും, കണക്ക് പറയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ തുടങ്ങിവെച്ച യുദ്ധം അത് അവസാനിച്ചിട്ടില്ല. ട്രംപ് വിചാരിച്ചിട്ട് പോലും ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു പൂർണ്ണമായ ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതിശക്തമായി ഇസ്രയേൽ ആക്രമണം ഇന്നും നടത്തി. അതായത് ഗാസയിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് അവർ ദുഃഖാചരണം നടത്തിയത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ ലോകം ഇപ്പോഴും സംസാരിക്കുന്നത് ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച്, കൂട്ടക്കുരുതികളെക്കുറിച്ചൊക്കെയാണ്. എന്തുകൊണ്ട് ജൂതന്റെ രക്തം വീണപ്പോൾ ഇതുപോലെ ഒരു കൂട്ടക്കരച്ചിൽ ലോകത്തുണ്ടായില്ല എന്നുള്ള ചോദ്യം ബെഞ്ചമിൻ നെതന്യാഹു ചോദിക്കുന്നു. ഇവിടെ വരെ യുദ്ധം അവസാനിക്കാതെ നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇപ്പോഴും ഗാസ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഗാസയിലത്തെ അപകടങ്ങളെല്ലാം തീർന്നു, കരച്ചിൽ തീർന്നു എന്നൊന്നും തന്നെ പറയാൻ പറ്റില്ല. ഇപ്പോഴും അവിടെ ഗാസ ഇപ്പോഴും കരയുക തന്നെയാണ്. കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് തന്നെ പറയാവുന്നതാണ് 2023 സംഭവിച്ചത്. ജനിച്ചു വീണ കുഞ്ഞിന്റെ കയ്യിൽ വരെ രക്തം പുരണ്ട ദിവസമായിരുന്നു അത്. അത്രയും ജൂതന് ഒരിക്കലും മറക്കാനാകാത്ത തന്നെ ഒരു ദിവസമായിരുന്നു. അതിനുശേഷം കേട്ടതെല്ലാം ഹമാസിന്റെ കരച്ചിൽ തന്നെയായിരുന്നു, പലസ്തീനികളുടെ കരച്ചിലായിരുന്നു. എന്തായാലും അന്ന് മുതൽ ഇന്ന് വരെ ഗാസ കരയുക തന്നെയാണ് അക്ഷരാർത്ഥത്തിലും. ഇപ്പോൾ അന്ന് 1000-ലധികം പേർ കൊല്ലപ്പെട്ടു, നിരവധി പേരെ ബന്ദികളാക്കി. ഇതിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിൽ വൻ സൈനിക ആക്രമണം ആരംഭിച്ചു. ഇതിന് തുടർച്ചയായി ഹിസ്ബുള്ളകൾക്ക് അതുപോലെ തന്നെ ഹൂതികൾ എല്ലാം തന്നെ ആക്രമണത്തിൽ പങ്കുചേർന്നു. ഇവരെല്ലാം ആയുധങ്ങളും അർത്ഥവും കൊടുത്തു വിട്ടിട്ടുള്ള ഇറാനെതിരെയും ആക്രമണമുണ്ടായി. ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുമെന്നുള്ള വെല്ലുവിളികൾ നേരിട്ടു. ഇങ്ങനെ കഴിഞ്ഞ 2 വർഷവും വളരെ സംഭവബഹുലമായിട്ട് തന്നെയാണ് പോയത്. എല്ലാ ദിവസവും എന്തെങ്കിലും എന്താണ് ഇന്നത്തെ ദുരന്തം എന്ന മട്ടിലാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലും പത്രത്തിലുമെല്ലാം നോക്കിയിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോഴും അതിന് ഒരു അവസാനം വരുത്തുമെന്ന് ട്രംപ് പറയുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ ഈജിപ്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും അതിനോട് ഒരു 100% ചർച്ച വിജയമായി എന്ന് പറയാൻ നമുക്കിപ്പോഴും സാധിക്കില്ല. കാരണം ഒരു 21 പോയിന്റുകളാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ഈ 21 പോയിന്റിൽ വളരെ കുറച്ചു മാത്രം ബന്ദികളെ വിട്ടുതരാം, അതുപോലെ തന്നെ ഇസ്രയേലിൽ നിന്ന് പിന്മാറാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അതിലെല്ലാം ഒരുപാട് കടമ്പകൾ വീണ്ടും കടക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യമായിട്ട് വരുന്നത്. കാരണം ഇവിടെ നിന്ന് പിന്മാറുമ്പോൾ ഹമാസ് പൂർണ്ണമായി പിന്മാറണം എന്നുള്ള നെതന്യാഹുവിൻ്റെ വാശിയോട് അല്ലെങ്കിൽ ആവശ്യത്തിനോട് നീതി പുലർത്താൻ ഒരിക്കലും ഹമാസിന് സാധിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ഗാസ വിട്ടവർ പോകുമെന്ന് തോന്നുന്നില്ല. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ചർച്ചകൾ നടക്കുന്നത്. ഇന്നലത്തെ ചർച്ചയിലും ഒന്നും തന്നെ നടന്നില്ല, ഇന്നും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? ബന്ദികൾ തിരിച്ചു പോരുമോ? 48 പേര് ബന്ദികൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ 20 പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആഴ്ച വീണ്ടും ഒരു റൗണ്ട് വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇറാനും സഖ്യകക്ഷികൾക്കും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച ഇസ്രയേൽ ഗാസയുടെയും ലെബനന്റെയും സിറിയയുടെയും മിക്ക ഭാഗങ്ങളിലേക്ക് അതിൻ്റെ എല്ലാം ഒരു പൂർണ്ണ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തു എന്ന് പറയാം. ഗാസയിലെ 78% പ്രദേശങ്ങളും പിടിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇനി സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വെടിനിർത്തൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഗാസ വീണ്ടും സമാധാനത്തിലേക്ക് എത്തിച്ചേർന്നേക്കാം എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഹമാസിന്റെ ഒരു നീതികേടും, അതായത് ഗാസ ദുരിതത്തിൽ തന്നെ കിടക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്നാലല്ലേ ഈ ലോകത്തിന്റെ കോണിൽ നിന്ന് സഹായങ്ങൾ എത്തുകയുള്ളൂ, അത് പിടിച്ചു പറിക്കാൻ ഹമാസിന് കഴിയുകയുള്ളൂ. അവിടെയാണ് ഹമാസ് ഇപ്പോഴും പറയുന്നത് വെടിനിർത്തലിന്റെ കാര്യം മാത്രമാണ്, അല്ലാതെ പൂർണ്ണ സമാധാനം ഗാസയിൽ വേണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇസ്രയേൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഒരു സമാധാന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, സമാധാനം പൂർണ്ണമായും ഗാസയിൽ ഉണ്ടാകുന്നതിന് ആ ചർച്ചയിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു വെടിനിർത്തൽ എന്നുള്ളത് ഇനി സാധ്യമാകില്ല. അത് ഒഴിച്ചു വെച്ചിട്ട് ഒരു ചർച്ചയ്ക്ക് സമാധാനം ഗാസയിൽ വേണമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ
ബന്ദികളെ വിടണം, ഹമാസ് ആയുധങ്ങൾ താഴെ വെക്കണം, പൂർണ്ണമായി കീഴടങ്ങണം, ഗാസയിൽ നിന്ന് പുറത്തു പോകണം. ഇതൊന്നും തന്നെ ഹമാസ് അംഗീകരിക്കില്ല. നമ്മൾ ഈ 2 വർഷമായിട്ട് നടന്നിരിക്കുന്ന ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ എവിടെ സംഭവിച്ചു എന്നുള്ള ഒരു കണക്കെടുപ്പല്ല, പക്ഷേ ഒരു അവലോകനം എന്ന രീതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ അതിലേറ്റവും വലിയ നേട്ടം ഇസ്രയേലിനുണ്ടായി എന്ന് തന്നെ പറയാം. കാരണം തിരിച്ചടികൾ ഇസ്രയേലിനുണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. അതിനൊക്കെ അപ്പുറത്ത് ഇസ്രയേലിന് നേട്ടമുണ്ടായത് ഈ പലസ്തീനിലെ, അതായത് ഗാസയിൽ ജനങ്ങൾ മരിച്ചു വീഴുന്നതിനെ നമ്മൾ ന്യായീകരിക്കുന്നതല്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും വലിയ തകർച്ച സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഇറാനും ഇറാന്റെ പ്രോക്സികളും. അത് നോക്കുമ്പോൾ ഇസ്രയേലിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. തൊട്ടിപ്പുറത്ത് അവർക്ക് അവരുടെ 1600 ജീവനുകൾ നഷ്ടമായിട്ടുണ്ട്. അതിനേക്കാൾ 200-ഓളം ബന്ദികൾ. അതിൽ അവശേഷിക്കുന്നത് 48 പേരാണെന്ന് പറയുന്നു. അവരെ കിട്ടുമെന്നതും ഉറപ്പില്ല. ഇതിനോടകം തന്നെ ഈ പറയുന്ന ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസും അതുപോലെ തന്നെ ഇറാനും ഒക്കെ നിരന്തരം ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തി, അവരുടെ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി, അവരുടെ കെട്ടിടങ്ങൾക്കും സ്കൂളുകൾക്കും നേരെ ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളിൽ തന്നെ നിരവധി ജൂതർ കൊല്ലപ്പെട്ടു. തൊട്ടിപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാസ പൂർണ്ണമായും തകർന്നടിഞ്ഞു. ഗാസയിലെ ജനങ്ങൾ ഇല്ലാതായി, അവർ നാമാവശേഷമായി പോയി. അങ്ങനെ ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പശ്ചിമേഷ്യയിലെ മൊത്തം കാര്യം എടുക്കുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. കാരണം ഒരുപാട് പേരെ വധിച്ചിട്ടുണ്ട്. ഹമാസിന്റെ നേതാക്കന്മാരെ, അതായത് ഇതുവരെ അവർക്ക് വധിക്കാൻ പോലും കഴിയാതിരുന്ന അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ തലകളും എടുക്കാൻ ഇവർക്ക് കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനിയാണ് യഹിയ സിൻവർ. യഹിയ സിൻവറിനെ പെരിച്ചാഴി എന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത്. അതായത് അയാളെ കയ്യിൽ കിട്ടുന്നത് പോലുമില്ല. ആ ഒരു ഇടത്തു നിന്നാണ് ഇസ്രയേലിന് യഹിയ സിൻവർ, ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെയുള്ള എല്ലാ തലകളും എടുക്കാൻ കഴിഞ്ഞു. ഹിസ്ബുള്ള തലവനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു. തൊട്ടിപ്പുറത്ത് ഹൂതികളെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ഹുദൈദ തുറമുഖം കടന്ന് ഒരു മിസൈല് യമനിൽ വീഴില്ല എന്ന് പറഞ്ഞിടത്താണ് അത്രയും വലിയ ദൂരം താണ്ടി ഇസ്രയേലിന്റെ മിസൈലുകൾ ഹുദൈദയിലും സനയിലും ഒക്കെ പതിച്ചത്. അത് അവരെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഇത്ര വലിയൊരു ആക്രമണം ഇസ്രയേൽ നടത്തി എന്നുള്ളത് അമേരിക്കയുടെ സഹായമില്ലാതെ. അപ്പോൾ അങ്ങനെ നിലയ്ക്ക് നിർത്താൻ പശ്ചിമേഷ്യയിലെ ഭീകര കൂട്ടങ്ങളെ, ഇറാന്റെ പ്രോക്സികളെ നിലയ്ക്ക് നിർത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു. മറ്റൊരു നേട്ടം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, ഇതുവരെ തൊടാൻ കഴിയാതിരുന്ന എല്ലാ ആണവ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ആണവായുധ പരീക്ഷണങ്ങളുമായി ഇറാന് മുൻപോട്ട് പോകണമെങ്കിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരു വൻ ശക്തിയുടെ സഹായം ആവശ്യമാണ്. ആ സഹായം റഷ്യ കൊടുക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ആകെ മൊത്തം നോക്കുമ്പോഴത്തേക്ക് ഈ പശ്ചിമേഷ്യയിൽ ഇറാന്റെ പ്രോക്സികളുടെ ചിറകറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലബനൻ, യമൻ, ഗാസ, സിറിയയിലെയും ഇറാഖിലെയും മിലീഷ്യകൾ, ഇവരെയെല്ലാം ഒരേ സമയം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു. തലപൊക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് ഈ ഗ്രൂപ്പുകളുടെ കാര്യം ചിഹ്ന ഭിന്നമാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. അത് നെതന്യാഹു എന്ന ഒരു നേതാവിന്റെ ശക്തി വീണ്ടും ഇസ്രയേൽ മനസ്സിലാക്കിയ ഒരു സമയങ്ങളാണ് കടന്നുപോയത്. ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് നേരെ ജനങ്ങൾ തെരുവിൽ പ്രതിഷേധത്തിലാണ്. എങ്കിൽ തന്നെയും ഇറാന്റെ പ്രോക്സികളായ ഭീകരരെ അടിച്ചൊതുക്കാൻ നെതന്യാഹുവിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വിഷയമല്ല. ലോകം ഈ ഗാസ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെ പിന്തള്ളി പറയുന്നുണ്ടെങ്കിലും ഇറാന്റെ പ്രോക്സികളെ നിലയ്ക്ക് നിർത്തിയതിൽ നെതന്യാഹുവിന് കയ്യടിയുമുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ അങ്ങനെ നോക്കുമ്പോഴും നെതന്യാഹുവിനുണ്ടായ ഒരു വീഴ്ച, അല്ലെങ്കിൽ മൊസാദിനുണ്ടായ ഒരു വീഴ്ചയാണ് 2023 ഒക്ടോബർ 7 ആ ആക്രമണം. അവരുടെ കാവൽമാലാഖ ഒന്ന് കണ്ണടച്ചു പോയപ്പോൾ സംഭവിച്ചതാണ് ആ ഒരു ദുരന്തം. പക്ഷേ അവിടെ നിന്ന് ഇസ്രയേൽ ഒരു പാഠം പഠിച്ചു. ഒരിക്കലും ഞങ്ങൾ ആയുധം താഴെ വെക്കേണ്ടവരല്ല, ഒരിക്കലും ഞങ്ങളുടെ ശ്രദ്ധ ഒന്ന് പാളിപ്പോലും പോകാൻ പാടില്ല എന്നുള്ളൊരു വലിയ പാഠം അവിടെ ഇസ്രയേൽ പഠിച്ചു എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഗാസയിലെ ജനങ്ങളാണ്, ഹമാസിനെ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല, ഗാസയിലെ ജനങ്ങൾക്കാണ് സകലതും നഷ്ടപ്പെട്ടത്, സർവ്വതും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ചിത്രം കണ്ടതാണ്. അതായത് ഒരു നവജാത ശിശു കൊല്ലപ്പെട്ടതാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ. ആ കുഞ്ഞിനെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഒരു ഉമ്മ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്.
അത് ലോകത്തിൻ്റെ നെഞ്ചു മുറിപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു, ചിത്രമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇസ്രയേലിനോട് അങ്ങേയറ്റം വിദ്വേഷവും ദേഷ്യവും തോന്നും. എന്തിന് നെതന്യാഹു ഇത്ര വലിയ ക്രൂരതയിലേക്ക് കടക്കുന്നു എന്നുള്ളത്. എന്നാൽ UN-ൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്താണ്? എന്തുകൊണ്ട് ജൂതന്റെ കരച്ചിൽ ആരും കേൾക്കുന്നില്ല? ജൂത സ്ത്രീകൾ കൊല്ലപ്പെട്ടപ്പോൾ, ആക്രമിക്കപ്പെട്ടപ്പോൾ, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ക്രൂരമായും നിഷ്ഠൂരമായിട്ടുള്ള ഇതുവരെയും ആരും അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അത് മാത്രമല്ല, നെതന്യാഹു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇന്നത്തെ പല പാശ്ചാത്യ മാധ്യമങ്ങളുടെയും തലക്കെട്ടുകൾ ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷം എന്നാണ്. ആ ഒരു തലത്തിലേക്കാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ളവരുടെ തലക്കെട്ടുകൾ. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ യുദ്ധം തുടങ്ങിയതെന്ന് എന്തുകൊണ്ട് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നില്ല? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ യുദ്ധം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി ആക്രമണം നടത്തുമ്പോഴാണ്. എന്നാൽ ആ ഒരു പോയിന്റ് പറയാൻ എന്തുകൊണ്ട് ഈ ലോകത്തെ മാധ്യമങ്ങൾ മടിക്കുന്നു, ചില രാജ്യങ്ങൾ മടിക്കുന്നു? പകരം ഇത് ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷമായി എന്നുള്ള ഒരു തലക്കെട്ട് ഇസ്രയേലിനെ ഒരു ഭീകരവാദി രാഷ്ട്രമാക്കി ചിത്രീകരിക്കാനുള്ള നീക്കമാണെന്ന് പറയുന്നു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീനിലെ കുട്ടികൾ മരിച്ചു വീഴുമ്പോഴും അത് കാണാതെ പോകുന്നത് ഏറ്റവും ദുഃഖകരമായ വിഷയമാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞതാണ്, ജൂത കുട്ടികൾ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ലോകം കരഞ്ഞില്ല? തൊട്ടിപ്പുറത്ത് അത് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് മരിച്ചു വീഴുന്ന കുട്ടികളുടെ ദയനീയ അവസ്ഥ കൂടി ബെഞ്ചമിൻ നെതന്യാഹു കണക്കിലെടുക്കണം. പട്ടിണി ഉപയോഗിച്ചത് ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കിട്ടാതെ മരിക്കുക എന്ന് പറയുന്നതിന് നമുക്ക് അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആരുടെ പക്ഷത്താണ് നമ്മൾ ഈ കാര്യത്തിൽ നിൽക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ഇസ്രയേലിന്റെ ഗാസയുടെ പക്ഷത്താണോ അതോ ഈ പറയുന്ന പോലെ ഇസ്രയേലിന്റെ പക്ഷത്താണോ? ഇരുവരും പരസ്പരം ന്യായവാദങ്ങൾ പറഞ്ഞ് നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രിക്കുമെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ട്. പക്ഷെ അതും എത്രത്തോളം അത് പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അറസ്റ്റ് വാറന്റ് ഉള്ളപ്പോഴും നമ്മൾ ആരെയും അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കിടക്കുന്നത്. ഇത് ആരുടെയും പക്ഷം ചേർന്ന് സംസാരിക്കുന്നതല്ല. പക്ഷേ ഈ 2 ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങളാണ്. 90% പേര് കുടിയിറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് പലസ്തീനിൽ വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം ജനിച്ചു വീണ മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെട്ട മനുഷ്യർ അവരെവിടേക്ക് പോകാനാണ്? അവർക്ക് കുടിയേറ്റക്കാരായി മറ്റു രാജ്യങ്ങളിൽ കിടക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അതുപോലെ മറ്റൊന്നുമില്ല. അത്തരത്തിലുള്ള പ്രതിസന്ധികളാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, സ്കൂളുകൾ, അവരുടെ ആഹാരം, ആശുപത്രികൾ, സ്കൂളുകൾ, ഇതെല്ലാം തന്നെ അവിടെ പോയി. ഇനി ഗാസയിൽ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പഴയ ഗാസയിലേക്ക് എത്തുന്നതിന് ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിന് കാലങ്ങളോളം എടുക്കേണ്ടി വരും. സ്കൂളുകളും ആശുപത്രികളും വീടുകളും മറ്റ് കച്ചവട സ്ഥാപനങ്ങളും ഇതെല്ലാം എപ്പോൾ ഇനി അവിടെ ഉയർന്നു വരാനാണ്? അത് അവശിഷ്ടങ്ങൾ മാറ്റാൻ പോലും പറ്റില്ല. കാരണം ബന്ദികളുടെ മോചനം പറയുമ്പോൾ തന്നെ ഹമാസ് ഒരു കാര്യം ഇപ്പം ഇന്ന് പറഞ്ഞിട്ടുണ്ട്, പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന ബന്ദികളുടെ ശരീരം എടുക്കാൻ സമയം വേണ്ടിവരുമെന്ന്. അതെ, ഇനിയും അവിടെ നവീകരിക്കുമ്പോൾ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ശരീരാവശിഷ്ടങ്ങളായിരിക്കും. കൂട്ടക്കുഴിമാടങ്ങളാണ് അവിടെ ഉയർന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രേത നഗരം അങ്ങനെയായി മാറിയിരിക്കുന്നു ഒരു ഗാസ എന്ന് പറയുന്ന പ്രദേശം. പക്ഷേ പലസ്തീൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്ക മുൻപോട്ട് വെച്ച 20 ദിന പദ്ധതിക്ക് അത് ലോകത്തിന്റെ പിന്തുണ ഉണ്ടാകണമെന്ന്. സമാധാനം ബാധിച്ച ആരെയും ഇപ്പോൾ ആ പ്രദേശത്തേക്ക് അവിടേക്ക് കാണാനേ ഇല്ല. കഴിഞ്ഞ ദിവസവും പലസ്തീൻ അതോറിറ്റി ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. ഇത് ഏറ്റവും മികച്ച പരിഹാരമാണ്, അതിനാണ് പിന്തുണ നൽകേണ്ടതെന്ന്. പക്ഷേ ആർക്കും ഇപ്പോൾ മുൻപോട്ട് വരാൻ താല്പര്യമില്ല. ഹമാസിന് ബന്ദികളെ വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും, അതായത് പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞതോടുകൂടി തന്നെ അവർക്കിപ്പോൾ ഈ വിഷയത്തിൽ പിന്നോട്ട് പോകുകയാണ്. ഹമാസ് പിന്നോട്ട് പോകുന്തോറും ഇസ്രയേൽ വീണ്ടും ഗാസയിൽ ആക്രമണം അതിശക്തമാക്കും. കാരണം സൈന്യത്തിന് ജാഗ്രത പാലിക്കാൻ ഇപ്പോഴും നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ ഗാസയിൽ ഇപ്പോൾ ഈ ഹമാസ് പിന്നിലോട്ട് പോകുന്നതിൽ ഇറാന്റെ കൈകളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇറാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, കീഴടങ്ങരുത്, വെടിനിർത്തൽ മാത്രം ആവശ്യപ്പെടുക, ഒരു സമാധാന ചർച്ചയിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഇറാൻ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ ഈ നിർദ്ദേശം ഇതിന് വഴങ്ങാൻ ഇവർ നിർബന്ധിതരാകും. കാരണം ഇനി അവർക്ക് തലപൊക്കണമെങ്കിൽ ഇറാന്റെ സഹായം വീണ്ടും
ആവശ്യമാണ്, സാമ്പത്തിക സഹായങ്ങൾ, ആയുധ സഹായങ്ങൾ. അതുകൊണ്ട് വീണ്ടും ഈ പറയുന്ന ഇറാന്റെ കൈകളിലെ കളിപ്പാവ മാത്രമായി ഹമാസ് എന്ന ഒരു ഭീകര സംഘടന മാറുകയാണ്. തൊട്ടിപ്പുറത്ത് ഹിസ്ബുള്ളയെ വീണ്ടും പടുത്തുയർത്താനുള്ള നീക്കം ശക്തമാകുകയാണ്. ഇറാൻ ഒരു തരത്തിലും ഈ പ്രോക്സികളെ വിട്ടുകളയാൻ, അല്ലെങ്കിൽ അവർ പൂർണ്ണമായും അടിയറവ് പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ പ്രോക്സികളിലേക്കെല്ലാം വീണ്ടും ആയുധ, സാമ്പത്തിക സഹായങ്ങൾ എല്ലാം എത്തിച്ച് ഇവരെ പരിപോഷിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാനാണ് ഇല്ലാതാകേണ്ടത്. ഇറാൻ ഭരണകൂടം, മതഭരണകൂടം ഇല്ലാതാകണം, എങ്കിൽ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നുള്ള നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേത്. എന്തായാലും ഈജിപ്തിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രയേലി സൈന്യം ആക്രമണം തുടരുന്നുണ്ട്. തിങ്കളാഴ്ച ഇന്നലെ വിവിധയിടങ്ങളിലുള്ള ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഖത്തറിൽ കഴിഞ്ഞ സമാധാന സംഭാഷണത്തിനിടെ ഇസ്രയേൽ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഖലീൽ അൽ-ഹയ്യയാണ് ഇപ്പോൾ ആ ഒരു നേതാവാണ്. ഇപ്പോൾ നേതാവായിട്ട് നിൽക്കുന്നത് അയാൾ മാത്രമാണ്. അയാളാണ് ഇപ്പോൾ ഈ ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. 2023 ഒക്ടോബർ 7 മുതൽ തുടങ്ങുന്ന ഈ ആക്രമണം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ള എല്ലാ വിത്തും വളവും കൊടുത്തിട്ടുള്ളത് ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഉള്ളൊരു സംശയം ഇത്രയേ ഉള്ളൂ. ഈ 21 പരിപാടി എന്ന് പറയുന്നത് എല്ലാം തന്നെ വളരെ നല്ലതായിരുന്നു. എന്തെല്ലാം നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ട്രംപിന്റെ ആ 21 പരിപാടിയിൽ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങളോട് കൂടി മാത്രമേ ഇനിയൊരു സമാധാനം കൈവരിക്കാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് ഇവരെത്തില്ല. പക്ഷേ അതിനൊരിക്കലും ഇറാൻ പോലുള്ള സംഘടനകൾ, രാജ്യങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഒരു അവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയിട്ടുള്ള സംഘങ്ങൾ ആവശ്യമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ നിൽക്കും എന്നല്ലാതെ ഒരു സമാധാനത്തിലേക്ക് അവർ പോകുമെന്നോ ഗാസയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകുമെന്നോ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മുറവിളി കൂട്ടുമ്പോഴും ആരും തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ നെതന്യാഹുവും സംഘവും മാത്രമായിരിക്കാം ഈ യുദ്ധം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പലസ്തീനിലെ ജനങ്ങളായിരിക്കാം ആഗ്രഹിക്കുന്നത് ഈ യുദ്ധം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന്. അതല്ലാതെ മറ്റൊരു കൂട്ടർ എന്തായാലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ 67,000-ലധികം ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് കരയാനും ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് പറയുന്നത്. കാരണം ആ മരിച്ചവര്, അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടവര്, അതാണ് അവരുടെ ജീവിതം. അല്ലെങ്കിൽ ഈയാമ്പാറ്റകളെ പോലെ അവരുടെ ജീവിതങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അതിനൊന്നും ഒരു യുദ്ധം അവസാനിച്ച് അല്ലെങ്കിൽ ഗാസ ഇനി നാളെ മുതൽ ശാന്തമാകും എന്നൊന്നും പറയാൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഹമാസ് ഇതിന് തയ്യാറാകുക തന്നെ വേണം. കാരണം ഹമാസ് ഒഴിഞ്ഞു പോകാം, 101% ഇവിടുന്ന് ഒഴിഞ്ഞു പോകാം, ആയുധം താഴെ വെക്കാം എന്ന് ഒരു ഉറപ്പ് നൽകാതെ ഒരിക്കലും നെതന്യാഹു ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നും അവിടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഗാസയിൽ 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഹമാസ് പൂർണ്ണമായും കീഴടങ്ങുക എന്നുള്ളതാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.